സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ജൂലൈ 19 മുതൽ ജൂലൈ 24 വരെ JD's കറണ്ട് അഫയേഴ്സ് ഏതാണ്ട് 42ഓളം കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. ഇതിൽ നിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഒരു ക്വിസ് മോഡലിൽ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ എത്രത്തോളം എത്തി എന്നറിയാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ടെസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വിസ്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൂ റിസീവ്ഡ് ദി നോർമാൻ ബോർലോഗ് നാഷണൽ അവാർഡ് 2021 ഫോർ എക്സലൻസ് ഇൻ അഗ്രികൾച്ചറൽ റിസർച്ച്? കാർഷിക ഗവേഷണത്തിലെ മികവിന് നോർമാൻ ബോർലോഗ് ദേശീയ അവാർഡ് 2021 ആർക്കാണ് ലഭിച്ചത്? കാജൽ ചക്രവർത്തി. ക്വസ്റ്റ്യൻ നമ്പർ 2. വിച്ച് സ്പൈവെയർ സ്നൂപ്പ് ദി ടെലിഫോൺ നമ്പേഴ്സ് ഓഫ് ടോപ്പ് ലീഡേഴ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്? മുൻനിര നേതാക്കളുടെയും ബ്യൂറോക്രാറ്റുകളുടെയും ടെലിഫോൺ നമ്പറുകൾ കടന്നു കയറിയ സ്പൈവെയർ ഏതാണ്? പെഗാസസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഹൂ ബിക്കെയിം ദി ന്യൂ പ്രസിഡന്റ് ഓഫ് പഞ്ചാബ് കോൺഗ്രസ്? ആരാണ് പഞ്ചാബ് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് ആയത്? നവജോത് സിംഗ് സിദ്ധു. Question number 4. In which Grand Prix was recorded as the 99th win of Lewis Hamilton? ലൂയിസ് ഹാമിൽട്ടന്റെ 99ാമത്തെ വിജയമായി രേഖപ്പെടുത്തിയ ഗ്രാൻഡ് പ്രിക്സ് ഏതാണ്? ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്. Question number 5. In which name the Cochin Metropolitan Transport Authority initiated a network to integrate all traffic related facilities? ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും സമന്വയിപ്പിക്കുന്നതിന് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഏത് പേരിലാണ് ഒരു നെറ്റ്വർക്ക് ആരംഭിച്ചത്? കൊച്ചി ഓപ്പൺ മൊബിലിറ്റി നെറ്റ്വർക്ക്. Question number 6. Which stations in India and Nepal rail link was successfully completed on 18th July 2021? ഇന്ത്യയിലൂടെയും നേപ്പാളിലെയും സ്റ്റേഷനുകളെയാണ് റെയിൽവേ ലിങ്ക് 2021 ജൂലൈ 18 വിജയകരമായി പൂർത്തിയാക്കിയത്? ജയനഗർ ആൻഡ് കുർത്ത. Question number 7. What is the new official name of Jammu and Kashmir High Court? ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ പുതിയ ഔദ്യോഗിക നാമം എന്താണ്? ഹൈക്കോർട്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. Question number 8. Name of the Indian wrestlers won the Cadet World Championship 2021. 2021 കേഡറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ ഗുസ്തിക്കാരുടെ പേര്? താനു ആൻഡ് പ്രിയ. Question number 9. Who has been appointed from India as a member of the UN Tax Committee for the 2021
2025 terms. 2021-25 ടേമുകൾക്കായി UN ടാക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യയിൽ നിന്ന് ആരാണ് നിയമിക്കപ്പെട്ടത്? രാസ്മി രഞ്ജൻ ദാസ്. Question number 10. Air show of which helicopter of Indian Air Force is at the MAX International Air Show, Russia? റഷ്യയിലെ മാക്സ് ഇന്റർനാഷണൽ എയർ ഷോയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് ഹെലികോപ്റ്ററിന്റെ എയർ ഷോ ആണ് നടക്കുക? സാരംഗ്. Question number 11. Under which project the government has issued a tender to build 6 conventional diesel electric submarines? 6 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക്കൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഏത് പദ്ധതിയിലാണ് സർക്കാർ ടെൻഡർ പുറപ്പെടുവിച്ചത്? Project 75 India. Question number 12. Name of the oldest person made a record on 20 July 2021 by flying in space. 2021 ജൂലൈ 20 ബഹിരാകാശത്ത് പറന്ന് റെക്കോർഡ് സൃഷ്ടിച്ച ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയുടെ പേര്? വാലി ഫങ്ക്. Question number 13. Which nation's presidential palace was targeted with 3 rockets during 2021 Eid prayer? 2021 ഈദ് പ്രാർത്ഥനയിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരം ആണ് 3 റോക്കറ്റുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടത്? അഫ്ഗാനിസ്ഥാൻ. Question number 14. Which company is the manufacturer of Man-Portable Anti-Tank Guided Missile? Man-Portable Anti-Tank Guided Missileന്റെ നിർമ്മാതാവ് ഏത് കമ്പനിയാണ്? ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. Question number 15. Who acquired US-based kids learning platform Epic in a $500 million cash and stock deal? $500 million പണ സ്റ്റോക്ക് ഇടപാടിൽ US ആസ്ഥാനമായുള്ള കുട്ടികളുടെ പഠന പ്ലാറ്റ്ഫോം എപിക് സ്വന്തമാക്കിയതാരെ? ബൈജൂസ്. Question number 16. Which country is to host the 2032 Olympics? 2032 ഒളിമ്പിക്സ് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിസ്ബെയിൻ. Question number 17. Which cities of Madhya Pradesh have been selected by UNESCO under its Historic Urban Landscape Project? ചരിത്ര പ്രാധാന്യമുള്ള നഗര ലാൻഡ്സ്കേപ്പ് പ്രൊജക്ടിന് കീഴിൽ മധ്യപ്രദേശിലെ ഏത് നഗരങ്ങളാണ് യുനെസ്കോ തിരഞ്ഞെടുത്തത്? Gwalior and Orcha. Question number 18. The country's first Center for Excellence in Intelligent Internet of Things is set to come up in which city? രാജ്യത്തെ ആദ്യത്തെ
സെന്റർ ഫോർ എക്സലൻസ് ഇൻ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഏത് നഗരത്തിലാണ് വരാൻ പോകുന്നത്? കൊച്ചി. Question number 19. How many athletes from India participated in the opening ceremony of the Tokyo Olympics? ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്ന് എത്ര അത്ലറ്റുകൾ പങ്കെടുത്തു? 22. Question number 20. The first human infection case of monkey bee virus was reported in which nation? മങ്കി ബി വൈറസിന്റെ ആദ്യത്തെ മനുഷ്യ അണുബാധ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ചൈന. നമ്മളിന്ന് 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇന്ന് ഒരു ക്വിസ് മെത്തേഡിലൂടെ ഇവാലുവേറ്റ് ചെയ്തത്. ഓരോ ആഴ്ചയിൽ നമ്മൾ ഇതേപോലെ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കോമ്പറ്റീഷൻസിൽ നമ്മൾ എത്രത്തോളം എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ ഞായറാഴ്ചയും നടത്തുന്ന ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല മാറ്റം വരും. താങ്ക് യു വെരി മച്ച്.